സൺഡേ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഔട്ടിംഗ് ഡേ ആണ് കേട്ടോ. ഇന്നത്തെ പിന്നെ കുറച്ച് സ്പെഷ്യലാണ്, കാരണം കുറേ നാളുകൾക്ക് ശേഷം മോളും കൂടിയും വന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഋഷു പിന്നെ ഉണ്ടല്ലോ കാറിൽ കയറി അപ്പം ഉറങ്ങും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കാർ സ്റ്റോപ്പാക്കിയാലേ ഓനെ എണീക്കുള്ളൂ. അപ്പോൾ ഓനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഹാങ് ഓവറിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ എന്തൊക്കെ ഇന്നത്തെ സ്പെഷ്യലി എന്ന് നോക്കുകയാണ്. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളൂന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. മോള് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. മോളില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ അധികം അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാറൊന്നുമില്ല റെസ്റ്റോറൻറ്റിലൊന്നും ചെന്നാൽ. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊരു ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് തന്നെ ഫോട്ടോസ് എടുത്തു. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മോളൂന് സങ്കടം ഉളവാക്കുന്ന ഒരു കാര്യം എന്ത് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഫുഡ് കഴിക്കുന്നതും കറങ്ങി നടക്കുന്നതും ആണ് കേട്ടോ. അപ്പോൾ ഓള് വന്നപ്പോൾ സങ്കടം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ഔട്ടിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ തന്നെ വന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാൽക്കപ്പിയും ബീഫ് റോസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ മോളൂന് പാലട പായസം വേണമെന്ന് പറഞ്ഞിട്ടോ. നമ്മുടെ വീഡിയോസിൽ സ്ഥിരം കാണുന്നതാണല്ലോ ഞങ്ങൾ പായസം കുടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് കാരണം അങ്ങനെ കയറിയതാണ് കേട്ടോ. അവിടെ ഒക്കെ ഇപ്പോഴും കുട്ടികളെ സ്വഭാവമാട്ടോ, എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അതൊക്കെ വേണമെന്ന് അറിയാം. എന്തിനധികം പറയുന്നത് ടോയ്സൊക്കെ കണ്ടാൽ ഇപ്പോഴും വേണമെന്ന് പറയട്ടോ. അവസാനം പിന്നെ എന്നാൽ അതൊന്നും വേണ്ട, എനിക്കൊരു മിററും ലൈറ്റും മതി പറഞ്ഞാൽ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്കാക്ക് ഷോപ്പിലേക്ക് അത്ര വേണമെന്ന് പറഞ്ഞാൽ അതൊന്ന് നോക്കാൻ വന്നതാണ്. അതിനിടയിൽ ഋഷു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഗെയിം കളിക്കണം എന്നാൽ പിന്നെ ഇനി ഓൻ്റെ ആഗ്രഹം കൂടി നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് കയറിയതാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ അതുപോലത്തെ അഡ്വഞ്ചറസ് ഗെയിമൊക്കെ. പക്ഷെ ഞാനിനിയിപ്പോൾ ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ അതൊന്നും കളിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം മൂവി കാണാൻ പോയിട്ടോ. മോളൂന് അതുപോലെ ഞങ്ങൾ മൂവി കാണാൻ പോയി എന്നൊക്കെ അറിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇന്നോളെ സങ്കടം മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫിലിം കാണാൻ വന്നത്. നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ, അല്ലെങ്കിൽ മോളും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അതൊരു വിഷമം തന്നെയാണ് കേട്ടോ. നമ്മുടെ മക്കൾ ഒരാളൊപ്പം അല്ലെങ്കിൽ അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടമാണല്ലേ. പിന്നെ ഇപ്പം നമ്മുടെ മക്കൾ എപ്പോഴും നമ്മളിപ്പോൾ ഉണ്ടായിക്കൊള്ളാന്നില്ലല്ലോ, അത് വിചാരിച്ചിട്ട് സമാധാനപ്പെടുക. അങ്ങനെ നമ്മൾ സാഹസം എന്നുള്ള മൂവി കാണാനാണ് കേട്ടോ വന്നത്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്നതാണ്. പക്ഷെ മൂവി നല്ല രസമുണ്ടായിട്ടോ, ഫുൾ കോമഡിയാണ്. ഇനി ഒരു വട്ടം കൂടി കണ്ടാൽ കൊള്ളാമെന്നും തോന്നുന്നുണ്ട്.